ജയചേട്ടാ സുന്ദരനായിട്ടുണ്ട് കുറിയൊക്കെ തൊട്ടിട്ട്. എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരും. ഒരു നടനെ അപേക്ഷിച്ച് ഒരു 10-12 കൊല്ലം ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇൻസൾട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതോട് വെച്ചുകൊണ്ടല്ല പപ്പ അവിടെ അത് സംസാരിച്ചത്. അമ്പിളിച്ചേട്ടനുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണ്, പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റ്. എന്ത് ജാതിയാണെങ്കിലും നമുക്ക് തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണണം. പാറു അത് തുറന്ന് പറയാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവൾ മതം മാറണം. എൻ്റെ മകളെ കൊണ്ടുവന്ന് തെമ്മാടിക്കുഴിയിൽ അടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അപ്പം ഓവർ ഡോസ് ഓഫ് അനസ്തേഷ്യ മൂലം സംഭവിച്ചിരിക്കാം എന്ന് ഡോക്ടേഴ്സ്. പെൺകുട്ടികൾ സിനിമയിലേക്ക് കയറുന്നത് പപ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എല്ലാ കാര്യങ്ങളും പപ്പയ്ക്ക് അറിയാവുന്നതുകൊണ്ട് പെൺകുട്ടികൾ പോയി കഴിഞ്ഞാൽ. ജഗതി ചേട്ടൻ ഒറിജിനലി റിയാക്ട് ചെയ്താണ് മമ്മൂക്കാട് കണ്ണ് ഒറിജിനലി നനഞ്ഞതാന്ന് പറയുന്നുണ്ട്. ജഗതി ശ്രീകുമാർ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ എൻ്റെ കമ്പനിയുടെ പ്രധാന ഉദ്ദേശം പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഇനി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ജഗതി ചേട്ടൻ ഇനി സിനിമയിലേക്ക് വരുമോ എന്നുള്ളതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. മലയാളത്തിൻ്റെ അമ്പിളിക്കല ചിരി സാമ്രാട്ടിനൊപ്പമാണ് ഞാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ട് ഒപ്പം. നമസ്കാരം സാർ. എനിക്ക് ജഗതി ചേട്ടൻ്റെ റെസ്പോൺസ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ചേട്ടൻ വേണം എന്നെ സഹായിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12 വർഷത്തിന് മേലെയായി അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്? നേരത്തെ കഴിഞ്ഞു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കണ്ടിന്യൂയിങ് ആണ്. ഓക്കെ, ഫിസിയോതെറാപ്പി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ, ഓർമ്മക്കുറവോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ശരീരത്തിന് വേദനയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ സിനിമയും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെയും ഒക്കെ എൻജോയ് ചെയ്ത് എല്ലാവരുമായിട്ട് സഹായിച്ച് പിള്ളേരുമൊക്കെ ആയിട്ടൊക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഇത്രയും വർഷമായിട്ടും ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഒരു നടനെ അപേക്ഷിച്ച് ഒരു 10-12 കൊല്ലം ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്രത്തോളം വിഷമം കാണും. പക്ഷേ പപ്പ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണുമായിരിക്കും. സ്നേഹം അതെപ്പോഴും ഉണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ടി വിയിലൊക്കെ വരുന്ന സിനിമകളൊക്കെ ഇപ്പോഴാണ് തോന്നുന്നു പപ്പയ്ക്ക് കൂടുതൽ കാണാൻ സമയം തന്നെ കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ സിനിമകളാണോ അതോ പുതിയ പടങ്ങളൊക്കെ കാണിക്കാറുണ്ടോ? എല്ലാം കാണാറുണ്ട്. പപ്പയുടെ പഴയ ഫേവറേറ്റ് പടങ്ങളൊക്കെ കാണുമ്പോഴാണ്, ആക്ച്വലി പഴയ മൂവീസൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ ചിരിയും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഹ്യൂമർ എന്ന് പറയുന്നത് അതുപോലെ അല്ലല്ലോ. പഴയതിനേക്കാളും ഒരുപാട് വ്യത്യസ്തമാണല്ലോ സിനിമയും എല്ലാം. സിനിമ ലോകം ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. ചിലപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ഒരു വ്യൂ പോയിന്റിൽ ഇപ്പോഴത്തെ ഹ്യൂമർ അദ്ദേഹത്തെ എങ്ങനെ രസിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇവരൊക്കെ ഹ്യൂമർ നിന്നിരിക്കുന്ന പുതിയ സിനിമകൾ അടുത്തിടയ്ക്ക് ഏതായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകുന്നേരം ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞിരിക്കുമ്പോൾ ടി വിയുടെ മുന്നിൽ ഇരുന്ന് കാണാം ഏതൊക്കെ മൂവീസ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. സിനിമയിൽ വരുന്ന, ഏഷ്യാനെറ്റിൽ വരുന്നത്, സൂര്യയിൽ വരുന്ന എല്ലാ പടങ്ങളും കാണും. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇന്ന സിനിമ ഇല്ല അങ്ങനെയില്ല. കാരണം ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഞാൻ കാണുന്നതാണ്, അല്ലെങ്കിൽ രാവിലെ വരുമ്പോൾ കാണുന്നതാണ്. ടി വിയുടെ മുന്നിൽ ഇരിക്കുന്നതും സിനിമയൊക്കെ കാണുന്നതും ടി വിയിലുള്ള എല്ലാ സിനിമയും എല്ലാം കാണും. എൻ്റെ പ്രോഗ്രാം പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? അദ്ദേഹം സംസാരിക്കില്ല എന്നറിയാം. നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മൂഡ്സും നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇല്ല, ഇപ്പം നമ്മൾ ആംഗ്യം കാണിച്ച് പറയണമെന്നൊന്നുമില്ല. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പപ്പയ്ക്ക് മനസ്സിലാവും. ഇപ്പം കണ്ടില്ല, വെള്ളം വേണമെന്ന് ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ചേട്ടാ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എപ്പോഴും ജഗതി ചേട്ടൻ സുന്ദരനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, സുന്ദര എന്നുള്ള വിളി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇപ്പോഴും ചന്ദനക്കുറിയൊക്കെ തൊട്ട് സുന്ദരനായിട്ട് തന്നെ ഇരിക്കുന്നത്. ആകെയുള്ള വ്യത്യാസം ഈ മീശയൊക്കെ മുടിയൊക്കെ കറുപ്പിച്ചിട്ടില്ല, വെളുത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ അതൊന്ന് കറുപ്പിച്ചാലോ എന്നുള്ളത്? അല്ല, അത് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞത് കെമിക്കലാണ് അമോണിയൊക്കെ.
അപ്പോൾ ഓവറായിട്ട് ഇപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓവറായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹെയറിനും ഇതിനൊക്കെ കേടാണ്. അപ്പോൾ അതുകൊണ്ട് കെമിക്കൽ ഉള്ളതുകൊണ്ട് അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഇത് ഫങ്ഷൻസോ ഒക്കെ വല്ലതും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പം പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഒഴിവാക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക അവാർഡ് ഫംഗ്ഷനോടെ ചെല്ലുമ്പോൾ അമ്പിളിച്ചേട്ടൻ ഇപ്പോഴാണ് കുറച്ചുകൂടെ സുന്ദരനായിട്ടുള്ളത്. അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ സൗന്ദര്യം ഇതിനാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ്. പാർവതി ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് സുന്ദര എന്നുള്ള വിളി ഭയങ്കര ഇഷ്ടമാണ്, അത് പറഞ്ഞാൽ ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ നോക്ക് ഓരോ മൂഡില് വിളിച്ചോളാൻ. അയ്യോ വിളിച്ചോളാൻ. അപ്പൊ ഞാൻ ജയചേട്ടാ സുന്ദരനായിട്ടുണ്ട് കുറിയൊക്കെ തൊട്ടിട്ട്. ഓക്കെ. സൗന്ദര്യം കാരണം എന്ന് വെച്ചാൽ മത്സരിച്ച് ഡ്രസ്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. നമ്മളൊന്ന് പൊളിച്ച് അടിച്ചിറങ്ങുമ്പോഴത്തേക്ക് പപ്പ ഒരു 2 വയസ്സ് പ്രായം കുറയുന്ന രീതിയിൽ പൊളിച്ചടിച്ചിറങ്ങും. അത് ഇപ്പൊ എന്താ പറയാ നമ്മളെ കാരണം അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആണ് ഒന്നാമത്തെ കാര്യത്തിൽ. നമ്മളൊക്കെ അടിച്ചു പൊളിച്ചിറങ്ങുമ്പോൾ അവൻ്റെ അടിച്ചു പൊളിച്ചിറങ്ങി എന്നൊരു തോന്നല് വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളി അതിനേക്കാൾ ഒരു വേണ്ടിയിട്ട് ഒരു മത്സരം പോലെ ഇപ്പോഴാണെങ്കിലും സുന്ദര എന്നുള്ള വിളി വന്നപ്പോഴാണ് എന്നോട് ഒന്ന് റെസ്പോണ്ട് ചെയ്തത് അല്ലേ? അല്ലെ എനിക്ക് സന്തോഷായി. ഞാൻ ഇത്ര നേരം ഈ ചിരിക്ക് വേണ്ടിട്ടായിരുന്നു വെയിറ്റ് ചെയ്തത്. അതെ ഭയങ്കര ചിരി. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ജഗതിച്ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ വന്നത്. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയി എല്ലാം. ജയചേട്ടാ എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരും. അയ്യോ എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് ജഗതിച്ചേട്ടൻ്റെ മുഖം നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടത് CBI 5 കണ്ടത്. അതിനുശേഷം 6 വരാൻ പോകുന്നു എന്നുള്ളൊരു ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവിടെ വന്ന് ആൾക്കാർ സംസാരിക്കാൻ എന്തെങ്കിലും? ഇതുവരെ വിളിച്ചിട്ടില്ല. ഇത് ഞാനും ഇങ്ങനെ കേട്ടതേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ SN സ്വാമി സാറിനെ എന്നെ വിളിക്കും. അദ്ദേഹമാണല്ലോ അതിൻ്റെ റൈറ്റർ. പലരും ഇങ്ങനെ പറയുന്നു. പക്ഷേ അത് അവിടുന്ന് കോള് വരുമ്പോഴേ നമുക്കതൊരു കൺഫർമേഷൻ അറിയുള്ളൂ. CBI സീരീസ് അല്ലാതെ ഏതെങ്കിലും സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. ഓരോരോ പ്രോജക്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷേ പപ്പയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആ പരിതസ്ഥിതിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഥാപാത്രങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാനായിട്ട് എൻ്റെ അടുത്ത് വിളിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ആലോചന ഇങ്ങനെ നടക്കുന്നത് കഥയായിട്ടൊന്നും കേട്ടിട്ടില്ല. ഇല്ല ഇതുവരെ വന്നിട്ടില്ല. വരും എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ സിനിമാ ലോകത്ത് നിന്നും ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇപ്പം മമ്മൂക്കയായിട്ടാണെങ്കിലും ലാലേട്ടൻ്റെ ഒപ്പൊക്കെ ആണെങ്കിലും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അവരിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യോ? ഇടയ്ക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അവരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ റീസെൻ്റ്ലി കുറച്ച് നാളുകളായിട്ട് ഇപ്പം കോളുകൾ വരുന്നില്ല. അപ്പോൾ അവരൊക്കെ അവരുടേതായിട്ടുള്ള ചില തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷേ എന്നിരുന്നാലും ഈയിടെ അവാർഡ് ഫംഗ്ഷനൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോയായിരുന്നു. അപ്പം അവിടെ ലാലങ്ങളും മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അടുത്ത് വരും, വീണ്ടും സംസാരിക്കും, അവർ തമ്മിൽ പ്രശ്നങ്ങൾ പറയും, കെട്ടിപ്പിടിക്കും. അപ്പം അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് ഉള്ളത് കൊണ്ട് തന്നെ പപ്പയ്ക്ക് അത് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി. പിന്നെ ഇവിടെ ഷൂട്ടിംഗ് തിരക്കുകൊണ്ട് ആയിരിക്കും ഇപ്പോഴൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ നേരത്തെയൊക്കെ വന്ന് കാണുകയും വന്ന് കാണുമെന്ന് പറഞ്ഞാൽ ഒരു 2-3 വട്ടമൊക്കെ ലാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, മമ്മൂക്കങ്ങളും വന്നിട്ടുണ്ട്. മിക്ക ആർട്ടിസ്റ്റുകളും വരാറുണ്ട്. സിജു വിൽസനൊക്കെ വന്നിരുന്നു. പക്ഷെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇവിടെ വന്നിരുന്നു. എനിക്ക് ടോവിനൊക്കെ അദ്ദേഹത്തിനെ പറ്റി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. ഉണ്ട് ഒരു വേദിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു നടനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയില്ല. എങ്കിലും അദ്ദേഹത്തെ കുറേ ഹിറ്റ് കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പപ്പ ചെയ്തിട്ടുള്ള കോമഡി സീനിൽ പപ്പ പൊതുവെ ചിരിക്കുന്നത് വളരെ അപൂർവമാണ്. പപ്പയുടെ മറ്റുള്ളവരാണ് പൊതുവെ ചിരിക്കുന്നത്.
ഇത് ഒളിമ്പൻ സ്ഥിരം കാണുന്നു അതൊക്കെ ടി വിയില്. ഞാൻ 8ൽ കണ്ട് പഠിക്കുമ്പോഴാണ് ഇത്. ആ സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ് കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടന്റെ പേര് തന്നെ കയറാനാ വന്നത്. ഉള്ള സമയം കൊണ്ട് നിന്നെ കുറച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് ഇരുത്താൻ നോക്കൂ. ദമയന്തി റൂബി നീ കുറച്ചാൽ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതി റൂബി ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണ് കാര്യം. അതാണ് കാര്യം. ചിരിയൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്, ചിരിയുണ്ട്. ചെയ്യാം. ഇതാ കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും പപ്പയുടെ കൂടെ പോയിട്ടുള്ള സിനിമയുടെ ഇവിടെ കൂടെയല്ല പോയിട്ടുള്ളത്. പപ്പ നമ്മളെ അങ്ങോട്ട് വിളിച്ചു വരുത്താൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പപ്പയ്ക്ക് പലപ്പോഴും ചില അവസരങ്ങളിൽ വീട്ടിലോട്ട് വരാൻ സമയം കിട്ടില്ല. അപ്പം ഞങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ, അമ്മയെ കാണണമെന്ന് തോന്നുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയും, പിള്ളേർക്കൊക്കെ അവധിയാണെങ്കിൽ വണ്ടിയും കൊണ്ടിങ്ങി പോരെന്ന് പറയും. അപ്പം അങ്ങനെ ഒരുപാട് സെറ്റുകളിൽ, ഇഷ്ടംപോലെ സെറ്റുകളിൽ പോയിട്ടുണ്ട്. മലയാള സിനിമ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുള്ള ഒരാളാണ് ജഗതി സാറ്. അപ്പോൾ പലപ്പോഴും ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് അവതാരകരെ പറ്റി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് തവണ പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടേണ്ടത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മകൻ എന്ന നിലയിൽ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? പപ്പയുടെ ബേസിക്കലി പപ്പയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ന്യായം, അതായത് സത്യം ഏത് ഭാഗത്തുണ്ടോ സത്യത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന്. രണ്ടാമത്തെ കേസ് ശരിയായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോൾ പപ്പ അത് ആക്ച്വലി എന്താ പറയുക, പക്ഷെ അതങ്ങനെ ഈ ഒബ്വിയസ്ലി ഒരു സദസ്സിൻ്റെ മുന്നിൽ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഏതൊരു വ്യക്തിക്കായിരുന്നെങ്കിലും ഒരു ഇൻസൾട്ട് തോന്നാം. ഓക്കെ, പക്ഷെ ഇൻസൾട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതോട് വെച്ചുകൊണ്ടല്ല പപ്പ അവിടെ അത് സംസാരിച്ചത് ആക്ച്വലി. പക്ഷേ അതിനകത്ത് ഒരു ജഡ്ജിൻ്റെ ചുമതല എന്താണ്, ഒരു കോമ്പയറുടെ ചുമതല എന്താണ് എന്നുള്ള കാര്യങ്ങൾ സത്യമായിട്ട് തുറന്നു പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. കാരണം പപ്പയുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് കണ്ടാൽ അതെവിടെയാണെങ്കിലും ആരൊന്നും നോക്കില്ല, തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയുകയും ചെയ്യും. പിന്നെ പ്രതികരിക്കുന്നതിന് അങ്ങനെ ആരും പേടിയൊന്നുമില്ല. അതിപ്പോൾ സെറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഇപ്പം ഏത് സ്ഥലത്താണെങ്കിലും പപ്പ അഭിനയിക്കാൻ പോകുന്ന സെറ്റുകളിൽ പോലും ഞാൻ മിക്കവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പിളിച്ചേട്ടനുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണ് എന്നാണ്. പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് ഷോ പരിപാടികളിൽ അതൊക്കെ പോകുമ്പോൾ അമ്പിളിച്ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഇതായിട്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അതൊരു വലിയ ഒരു ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അതേപോലെ തന്നെ പല കാലഘട്ടങ്ങളിലും ജാതീയമായിട്ടുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം പറയുമ്പോഴും അടുത്ത ജനറേഷൻ മക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്കും അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ, ഒരു ജാതീയപരമായിട്ടുള്ള മാറ്റി നിർത്തൽ എന്നുള്ളത്? ഇല്ല, അതായത് ഇപ്പോൾ പപ്പയെ അപേക്ഷിച്ചെന്നല്ല, പപ്പ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതും ഈ ജാതി മതം ഇതെല്ലാം ഉണ്ടാക്കുന്ന മനുഷ്യരാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യത്തിൽ. പിന്നെ നമ്മളേത് ജാതിയാണോ, ഇപ്പം നമ്മൾ എന്ത് ജാതിയാണോ എന്ന്, അതിപ്പോൾ കീഴ് ജാതിയാണെങ്കിൽ കൂടിയും സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്ന് പറയാൻ മടിക്കരുത് എന്നുള്ളത് പഠിക്കണം എന്നുള്ളതാണ് പപ്പ പറയുന്നത്. ഇപ്പോൾ പപ്പയുടെ അടുത്താണെങ്കിലും പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ചില ആൾക്കാർ വന്ന് നിന്നിട്ട് എന്താ പറയുക, വളരെ രഹസ്യമായിട്ട് ചെവിയിൽ ഞാൻ കേട്ടോ, ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ പറയുന്നത്. ഉടനെ എടുത്തടിച്ച് പറയും, എന്താ നീ ഇങ്ങനെ വന്നെന്തിനാ നമ്മുടെ ചെവി ഒന്ന് പറയുന്നത്, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നുള്ളത്. പല ആൾക്കാർക്ക് ഈ ജാതി സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് പലർക്കും എന്താ പറയുക, പലരുടെ ജാതി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യര് ചിലപ്പം അതായത് എന്തെങ്കിലും പറയുമെന്നുള്ള പേടിയാണ് വരുന്നത്. പക്ഷേ പപ്പയ്ക്ക് അങ്ങനെയില്ല. പപ്പ പറഞ്ഞു നമ്മൾ ഏത് ജാതിയാണ്, എന്ത് ജാതിയാണെങ്കിലും നമ്മൾ തുറന്ന് പറയാനുള്ള ചങ്കുറ്റം കാണണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പപ്പയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ഒന്നാമത്തെ കാര്യത്തിൽ പപ്പ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുള്ളതും ജാതിയും മതവും എല്ലാം ഒന്നുമില്ല, എല്ലാം മനുഷ്യരുണ്ടാക്കുന്നതാണ്. സർവ്വവും മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ എൻ്റെ സിസ്റ്ററുടെ മാരേജ് PCOS മോനുമായിട്ട് നിശ്ചയിച്ചപ്പോൾ പോലും പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പുള്ളി അവർ ക്രിസ്ത്യനാണ്, മുസ്ലിം, നമ്മളങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. നമുക്കങ്ങനെ ഒന്നുമില്ല. മനുഷ്യൻ ഒന്നാകുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരാ
നോക്കുന്നതെന്നുള്ള എല്ലാം ഉണ്ടാക്കുന്നതാണെന്നൊരു കോൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷോൺ ചേട്ടൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട്, അതായത് ഇവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി വീട്ടിൽ പറയുമ്പോൾ ജഗതി ചേട്ടൻ ഒക്കെ ആയിരുന്നു, അമ്മയാണ് എതിർപ്പ് പറഞ്ഞത് എന്ന് അമ്മ എതിർപ്പല്ല പറഞ്ഞത്. അമ്മയ്ക്ക് ആദ്യം കേട്ടപ്പോൾ ചെറിയ ഷോക്കായി, കാരണം ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം എനിക്കും ഇത് കേട്ടപ്പോൾ ഒരു ഷോക്ക് പോലെ ഒന്നും തോന്നിയില്ല. കാരണം ഞാനും ഈ പറയുന്ന പോലെ കോളേജിലും ഒക്കെ ഇതുപോലെയൊക്കെ പഠിച്ചിട്ടൊക്കെ വന്നുകൊണ്ട് ഒരു ജാതി ക്രിസ്ത്യൻ ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഹിന്ദു ആണെന്നോ അതൊരു വലിയ ഒരു ഇതായിട്ട് എനിക്ക്. പക്ഷെ അമ്മയ്ക്കൊരു ചെറിയ ടെൻഷൻ വന്നപ്പോൾ എനിക്കൊരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. കാരണം അമ്മ കൂടെ ടെൻഷൻ അടിക്കുന്നതല്ലേ പപ്പ എങ്ങനെ സമ്മതിക്കും എന്നുള്ള രീതിയിൽ. കാരണം അമ്മ ജനിച്ച് വളർന്ന പശ്ചാത്തലം അങ്ങനെയാണ്. അപ്പോൾ അമ്മയ്ക്കും പക്ഷേ ഈ പറയുന്ന പോലെ നായരെന്നോ അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ക്രിസ്ത്യൻ ആണെന്ന് കേട്ടപ്പോൾ അമ്മ ഇങ്ങനെ ചിന്തിച്ചു, ഇനി അത് എങ്ങനെയായിരിക്കും പപ്പ ഇത്രയും സ്റ്റാർ ഫ്രെയിമായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ ഇനി എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇങ്ങനെ. കാരണം എന്തും ഉണ്ട്, പക്ഷെ എന്തും പിന്നെ പപ്പ പറയുന്നതിനപ്പുറം അമ്മയ്ക്ക് വേറൊന്നുമില്ല ആക്ച്വലി. പിന്നെ ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അപ്പോഴാണ് എൻ്റെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ പല അവസരങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. അവർ പോകുമ്പോൾ ഹായ് ബൈ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഞാനൊരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരാള് ഇതില്ല. അപ്പൊ അവള് വന്ന് ഇങ്ങനെ ഇതുപോലെ, കാരണം അവൾക്കറിയാം ഇപ്പം എന്നെക്കാളും കൂടുതൽ പപ്പയായിട്ട് അറ്റാച്ച്മെന്റ് അവൾക്കാണ്. അപ്പം അവൾക്കറിയാം പപ്പയുടെ വ്യൂ പോയിന്റ് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. പക്ഷെ പാറു അത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. പപ്പയുടെ അടുത്താണ് പറഞ്ഞു, അമ്മേൻ്റെ അടുത്തോണ് പറഞ്ഞു. അപ്പം എങ്ങനെയായാലും കല്യാണം നടത്തണമല്ലോ, കല്യാണം നടത്താനുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത്. പിന്നെ അവസാനം പപ്പയായിട്ട് സംസാരിച്ചു. പപ്പ ഉടനെ ജോർജ് അന്നാണ് പപ്പ PCO സാറിനെ നേരിട്ട് വിളിക്കുന്നത്. അങ്ങനെ ജോർജ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഓക്കെ അറിഞ്ഞു കാണുമല്ലോ, ഞങ്ങൾക്ക് വേറെ ഒബ്ജക്ഷനൊന്നുമില്ല, ഓക്കെയാണ്, പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവൾ മതം മാറണം. അതായത് മതം മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രീതിക്കനുസരിച്ച് മാമോദീസ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ അവർക്കൊന്ന് വിശ്വസിക്കാം, അത് കുഴപ്പമില്ല, അതിനൊന്നും ഒബ്ജക്ഷനല്ല. നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങളവളെ അൽഫോൺസ് എന്ന് പറയുന്ന പേര് അവൾ സ്വീകരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ വിളിക്കുന്ന പാർവതി എന്നാണ്, പക്ഷെ പുറത്തറിയുന്നതും പാർവതി എന്ന് തന്നെയാണ് ഇപ്പോഴും. അൽഫോൺസ് എന്നൊരു പേരുണ്ട്, ഓക്കെ, അങ്ങനെ എനിക്കറിയുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് ചെയ്യണം. ഇപ്പോഴത്തെ പിന്നീട് ഭാവിയിലേക്ക് എൻ്റെ മകളെ കൊണ്ടുവന്ന് തെമ്മാടിക്കുഴിയിൽ അടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് പപ്പ തന്നെയാണ് പറഞ്ഞത്. വലിയ തീരുമാനമായിരുന്നു. വലിയ തീരുമാനം, കാരണം അങ്ങനെ തന്നെ വേണമല്ലോ. കാരണം പിന്നീട് ഒരു എന്താ പറയുക, ഒരു ഫ്യൂച്ചറിൽ പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് മാറിയില്ല, ഇത് മാറിയോ മറ്റേ മാറിയില്ലെന്നുള്ള ഇഷ്യൂസ് ഒന്നും പപ്പയ്ക്ക് എപ്പോഴും ഇങ്ങനെ മുൻകൂട്ടി കാണുന്ന ഒരു ഇതാണ്. പിന്നെ പപ്പയും അമ്മയായിട്ടാണ് പിന്നെ സംസാരിച്ചെന്ന് തോന്നുന്നു ഈ ഒരു കാര്യം. അങ്ങനെ പിന്നെ പപ്പയുടെ ഇഷ്ടത്തിന് പിന്നെ അവസാനം നമ്മളങ്ങനെ സമ്മതിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു പാർവതി ചേച്ചി കിട്ടിയ ഒരു പ്ലസ് പോയിന്റ്, PC സാർ ആണെങ്കിലും ജഗതി സാറിനെ പോലെ തന്നെ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു ഇതാണ്. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും അച്ഛന്മാരുടെ ഒരു വലിയ സപ്പോർട്ട് പാർവതി ചേച്ചിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ ടോക്കറ്റീവ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറി ഷോ ഒക്കെ TVയിലൊക്കെ നടത്തിയിട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്ക് പാർവതി ചേച്ചി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു ചർച്ചകൾ വന്നു. ചുമ്മാ അത് വെറുതെ ചുമ്മാ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനെ പറ്റിയൊരു സംസാരമൊന്നും ഇവിടെ നടന്നില്ല. അവർക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡിലെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം താല്പര്യമില്ല. രാഷ്ട്രീയക്കാരന്റെ ഭാര്യയായിട്ട് രാഷ്ട്രീയ അല്ല, അതിനൊന്നും വേറെ വിഷയമൊന്നുമില്ല. കാരണം പൊളിറ്റിക്സ് എൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫീൽഡിലാണല്ലോ. അവർക്ക് വക്കീലാവുക എന്നുള്ള, അഡ്വക്കേറ്റ് ആവുക എന്നുള്ളായിരുന്നു ആഗ്രഹം. അതെന്തായാലും സാധിച്ചു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പപ്പ തന്നെ പറഞ്ഞായിരുന്നു, കല്യാണം കഴിഞ്ഞാലും പഠിത്തം തുടരാൻ. അതിനൊന്നും അവർക്ക് ഒബ്ജക്ഷൻ ഇല്ലായിരുന്നു. കുറച്ച് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് കേസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നാച്ചുറലി സംഭവിച്ചതല്ല, എന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ നിലവിൽ ഇപ്പൊ എന്താണ്? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷിച്ചായിരുന്നോ? ഇല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊന്നും അങ്ങനെയൊന്നും തിങ്ക് ചെയ്യാനുള്ള സമയമൊന്നും നമുക്കില്ല. അത് പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരുത്തനും എന്താ പറയുക, അവൻ്റെ ജീവനും കൂടെ വിലപ്പെട്ടതല്ലേ. കൊണ്ടുവന്ന് അങ്ങനെ മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇടിപ്പിക്കുകയോ അങ്ങനെയൊന്നും, അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ഞാൻ ആ ഡ്രൈവറേയും പോയി കണ്ടിരുന്നു, ഡ്രൈവറേയും പോയി സംസാരിച്ചു. അവനും നല്ല പരിക്ക് പറ്റിയിരുന്നു. ഒരു സെക്കൻഡ് ഉറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. ഉറങ്ങിപ്പോയ സമയത്താണ്
പെട്ടെന്ന് അമ്പിളിച്ചേട്ടൻ ചുമക്കുകയും കണ്ട് ചെയ്തു. സാറ് ചുമച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പെട്ടെന്ന് ഞാനും ഇങ്ങനെ നെറ്റി ഉണർന്നു. അപ്പം ആ വളവിലായതുകൊണ്ട് അത് കണ്ടില്ല, അങ്ങനെ പോയി ആണ് ഇത് സംഭവിച്ചെന്നുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ചോദിക്കുന്ന ചോദ്യം പല ആൾക്കാരും എന്നോടും വാർത്താ മാധ്യമങ്ങളെല്ലാം ആ സമയത്ത് ഇത് തന്നെയായിരുന്നു, ഡ്രൈവർ മനഃപൂർവ്വം ചെയ്തെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ചുമ്മാ ഉണ്ടാക്കി പറയുന്നില്ല. എന്തുമാത്രം കോൺട്രവേഴ്സീസ് ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കി പറയുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഓണത്തിൻ്റെ അന്ന് എൻ്റെ അമ്മ പപ്പയ്ക്ക് ചോറ് വാരി ഉരുട്ടി കൊടുക്കുന്നത് കണ്ടിട്ട് നല്ല കമൻസിനോട് ഇപ്പോൾ എന്തുമാത്രം വൃത്തികെട്ട കമൻസാണ് വന്നതെന്നറിയാം. പൊതുജനത്തിന് വിവരമില്ല, അറിയാം. ഇതൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്നുണ്ടാക്കി പറയുന്നു. ഇപ്പോഴും നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ കാണും, അത്രേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് അത് മാത്രം അന്ന് അത്ര വിഷമമായിപ്പോയി. പിന്നെ അതിന് ശേഷം അമ്മ അത് സത്യം പറഞ്ഞാൽ മീൻ കിട്ടില്ല, അത് സിസ്റ്റർ അവൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് അവൾ ചുമ്മാ ഒന്ന് ഇട്ട് പോയത്. അപ്പോൾ അന്ന് ഇട്ടതിന് ശേഷമാണ് എന്തോ ഒക്കെ പറയാം, ആ സ്ത്രീയുടെ മൂത്ത ഗൗരവം കൊണ്ടോ തള്ളിക്കുത്തി കയറ്റുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ജനം എഴുതി വിടുന്നത്. എന്നാൽ സത്യം പറയുന്നത് ജനങ്ങൾക്ക് വിവരം എന്ന് പറയുന്നേ ഇല്ല. മൃഗങ്ങൾക്കുള്ള വിവരം പോലും ജനങ്ങൾക്കില്ലെന്നേ. നമ്മൾ പിന്നെ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കാനുള്ള സമയമുള്ളൂ. ഒന്നിനും ഒരു റെസ്പോൺസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. എന്തിനും ഒരു നല്ല കമൻസും ചീത്ത കമൻസും കാണും. ഇപ്പം ഈ ട്രീറ്റ്മെൻറ്റ് എവിടെ, ഏത് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്? നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. ഓക്കെ, വെല്ലൂരിലെ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അവർ തന്നിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് വൈകുന്നേരം ഡോക്ടറൊക്കെ പറഞ്ഞുണ്ട്. അല്ലാതെ വേറെ സ്പെഷ്യലായിട്ടുള്ള വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും അദ്ദേഹത്തിന് ഇപ്പം ഇല്ല. കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നുമില്ല. അവിടുത്തെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകുന്നു. ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. ഈയിടെ തന്നെ മലയാള സിനിമയ്ക്ക് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള പപ്പയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള സഹപ്രവർത്തകർ ഒത്തിരി പേര് മരിച്ചില്ലേ. അവരുടെയൊക്കെ ഇതൊക്കെ ടി വിയിൽ കാണുമ്പോൾ സങ്കടം വരാറുണ്ട്, വിഷമിക്കാറുണ്ട്. അപ്പം എല്ലാം അറിയാം. ഹീ ഈസ് അബ്സല്യൂട്ട്ലി നോർമൽ. പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ. അത് മനസ്സിലെല്ലാം ഉണ്ട്. കാലക്രമേണ തിരിച്ചു വരും എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ മിറാക്കിളിലൂടെ, ചിലപ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കാം. ഓക്കെ, മോട്ടോർ അമനീഷ്യ എന്ന് പറഞ്ഞ ഇതാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണോ, അതോ ഇനി ഇദ്ദേഹത്തിന് വേണ്ട എന്നുള്ളതാണോ? അത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഈ ബ്രെയിൻ എന്നുള്ള വെയിനുള്ള അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പായിപ്പോയി ഒരു നിമിഷത്തേക്ക്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്. അല്ല ഇത് സർജറി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉണർന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞു. അപ്പം പപ്പയ്ക്ക് സാധാരണ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി അന്നും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വെളുപ്പിനെ ലെനിൻ രാജേന്ദ്രൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ആണെന്ന് തോന്നുന്നു. അപ്പോഴും അവിടുന്ന് പറഞ്ഞായിരുന്നു, അവർ വിളിച്ച് പറഞ്ഞായിരുന്നു ലേറ്റ് നൈറ്റ് പുറപ്പെടണ്ട, നാളെ ആണെങ്കിലും വിഷയമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വിലപ്പെട്ട സമയം എന്തിനാ കളയുന്നേ, ഞാൻ കാറിൽ വന്നോളാം എന്ന് പറഞ്ഞിട്ട് വേറെ പ്രൊഡക്ഷൻ വണ്ടിയല്ല, വേറൊരു വണ്ടി പിടിച്ച് ആ വണ്ടിയിലാണ് ആക്ച്വലി വന്നത്. അപ്പോൾ ഈ തലേദിവസം ഡ്രിങ്ക്സ് കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഓൾറെഡി സർജറി നടക്കുന്നതിന് മുമ്പേ ഒരു അനസ്തേഷ്യ കൊടുക്കുമല്ലോ, കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഉണർന്നപ്പോൾ പിന്നെയും കൊടുത്തു. അപ്പം ഓവർ ഡോസ് ഓഫ് അനസ്തേഷ്യ മൂലം സംഭവിച്ചിരിക്കാം എന്ന് ഡോക്ടേഴ്സ് അവർ അപ്പോളജൈസ് ചെയ്യുന്നതാണോ, അതോ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണോ? സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതിന് സാധ്യത കാണാം. കാരണം ഓവർ ഡോസ് ഓഫ് അമനീഷ്യ വന്നത് അതിന് കാരണമാണ്. കാരണം ഇപ്പം നമ്മൾ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു സമയത്ത് ആക്ച്വലി ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ആക്ച്വലി ഞാൻ രാവിലെ നടക്കാനായി നിൽക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. റൂമിൽ എല്ലാവരും ഉറക്കമായിരുന്നു. അന്ന് മോൻ മാത്രമേ ഉള്ളൂ, മോളില്ല, ഞങ്ങളെല്ലാം ഉറക്കമായിരുന്നു. അപ്പം അമ്മയാണ് വന്ന് കഥയിൽ വന്ന് തട്ടണം, അപ്പം പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവം. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല സീരിയസ്. അത് കുവൈറ്റിലുള്ള പപ്പയുടെ ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്ത് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മൾ അറിയുന്നത്. ഇവിടെ ഉള്ളവരൊന്നും അപ്പോൾ വിളിച്ചിട്ടില്ല എന്നുള്ള, ആരും അറിഞ്ഞിട്ടില്ല.
അവിടുന്ന് പപ്പയുടെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് വിളിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ചാനൽ വയ്ക്കുമ്പോൾ കാർ മാത്രം കാണിക്കുന്നത്. കാരണം അത് കാണിച്ച് പിന്നീടാണ് സ്ലൈഡ് ഇങ്ങനെ ഇതുപോലെ പോകുന്നതാണ്. അപ്പം അപ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത്ര ക്രിറ്റിക്കലാണെന്നുള്ളത്. പക്ഷേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ആക്ച്വലി ഞാൻ അവിടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അറിഞ്ഞു. അപ്പം എനിക്കിവിടെ പറയാൻ പറ്റില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞു. കൊണ്ടുവന്ന ഒരു സർജറി ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി സർജറി ചെയ്തു. ആ സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും ജനം, അപ്പോൾ അവിടെ എല്ലാം ഭയങ്കര ജനമാണ്, അടുക്കാൻ പോലും പറ്റുന്നൊരു. അപ്പം അപ്പോഴേ ഒരു ഇത് നമുക്ക് പിടികിട്ടി. പിന്നെ അവിടെ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് എന്താണെന്നുള്ളത്. പക്ഷേ അപ്പോഴും ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ നിഗമനം അനുസരിച്ച് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു, ആദ്യമേ കൊണ്ടുവന്നപ്പോൾ തന്നെ MRI CT സ്കാനും എടുത്ത് ബ്രെയിനിലെ പ്രശ്നം കണ്ടിരുന്നെങ്കിൽ, ആദ്യമേ അത് റെക്ടിഫൈ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താ പറയുക, സ്പീച്ച് എന്നുള്ള ഒരു സംഭവത്തിന് പ്രോബ്ലം വരില്ലായിരുന്നു. പക്ഷേ ഇവിടെ നിംസിലുള്ളവർ പറയുന്നത് ചില കട്ടാണ്. ആദ്യം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടല്ലോ, ബ്ലീഡിങ് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് അവർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യം സർജറിക്ക് കയറ്റുമായിരുന്നു. ബ്രെയിനിൻ്റെ ഇത് അറിഞ്ഞില്ല, പുറമെ ഒരു പരിക്കും കാണിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. പുറമേ ഒന്നും ഒരു ഇതില്ലായിരുന്നു. പക്ഷേ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം സീറ്റ് ബെൽറ്റ് എന്തിനാണ് നമ്മൾ ഇടുന്നത്? ആക്സിഡൻറ്റിന് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടപ്പോൾ ആ ഇടിയുടെ ആ ഒരു ഫോഴ്സിൽ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു കട്ട് വന്നാൽ സീറ്റ് ബെൽറ്റിൻ്റെ പോർഷൻ. അപ്പോൾ ഇവിടുന്ന് കട്ടായപ്പോൾ ഇവിടുന്ന് ഉള്ള സ്പീച്ചിൻ്റെ സെൽസ് പരിപൂർണമായിട്ട് കട്ടായില്ല, കുറച്ച് കട്ടായിപ്പോയപ്പോഴത്തേക്ക് ഇവിടുന്നുള്ള ഫ്ലോ, ബ്രെയിനിലോട്ടുള്ള ഫ്ലോ ഡെഡായി. അതാണ് സംസാരശേഷി പോകാൻ കാരണം. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സ്പീച്ച് സെൽസ് വേറെ ഉണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അത് കുറേ സമയം എടുക്കും. അത് ആക്ടിവേറ്റ് ആയാൽ സംസാരം. അതിന് വേണ്ടിയിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഇപ്പം സ്പീച്ച് തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓക്കെ, ഇപ്പോൾ പക്ഷേ നല്ലൊരാളെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ തന്നെ, കുട്ടികളൊക്കെ ആയിട്ട് തന്നെ ഗുഡ് മോർണിംഗ് എന്നുള്ള വാക്കൊക്കെ ചില സമയത്ത് പറഞ്ഞത് പറയും, അമ്മ എന്നുള്ള വാക്കൊക്കെ പറയും. അത്രേ പറയുള്ളൂ. അത് പറയും, പക്ഷെ അത് ഈ ഇതാണ് നാക്കിൻ്റെ ഇവിടെ ചെറിയൊരു ബെൻഡുള്ളതുകൊണ്ട് പറയുന്നത് തിരിയില്ല ചില വാക്കുകൾ. അതുകൊണ്ട് എല്ലാം പറയാൻ പറ്റൂല. ഈ 2 വാക്ക് കൃത്യമായിട്ട് സംസാരിക്കും, പറയാൻ പറ്റും. സിനിമയിൽ മക്കൾക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളൊരു വലിയ ചോദ്യം സിനിമാ ലോകത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താണ്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ, അവസരങ്ങൾ വരാത്തത് കൊണ്ടാണ്? അവസരം കിട്ടാത്തതുകൊണ്ടൊന്നല്ല, ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതെന്ന്. അത് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ അവസരങ്ങൾ വന്നിരുന്നു. പക്ഷേ അവസരങ്ങൾ വന്നപ്പോൾ പഠിത്തം തീർന്നിട്ട് മതി എന്നുള്ളത് പപ്പയുടെ ഒരു ഇതായിരുന്നു. പഠിത്തം ഉഴപ്പം പാടില്ല, സിനിമയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിത്തം ഇതായിപ്പോൾ, പഠിത്തം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. ഇടയ്ക്ക് 2-3 അവസരങ്ങൾ എനിക്ക് നല്ല അവസരങ്ങൾ വന്ന സമയത്താണ് ഓർക്കപ്പുറത്ത് പപ്പയുടെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പിന്നെ ആ കിട്ടിയ ചാൻസൊക്കെ ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വിട്ടു. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അഭിനയിക്കാൻ കയറുമ്പോൾ ആദ്യം പപ്പയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ പപ്പ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇനി അഭിനയിക്കണ്ട എന്ന് തന്നെ ഞാൻ തീർത്ത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ കുറേ നാൾ അങ്ങനെ ഇരുന്നപ്പോൾ പപ്പ ഗ്രാജുവലി ചെറിയ ഇമ്പ്രൂവ്മെൻ്റൊക്കെ കാണിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പപ്പയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ സ്വന്തമായിട്ട് തുടങ്ങി, ഒരു ആഡ് ഫിലിമൊക്കെ ചെയ്തു. അതിനകത്ത് പപ്പയെ അഭിനയിപ്പിച്ചു. അങ്ങനെ പപ്പയുടെ കൂടെ ആഗ്രഹം സാധിച്ചു എന്നുള്ളതാണ്. ആഗ്രഹം സാധിച്ചു എന്നുള്ളതാണ്. പപ്പയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിയതുകൊണ്ട് അതിനുള്ള മൈൻഡ് നമ്മളൊക്കെ മനസ്സനുവദിക്കില്ലല്ലോ. അല്ല, നല്ല കഥ വന്നാൽ ഇനി നോക്കിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല, നല്ല കഥാപാത്രങ്ങൾക്കായിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥാപാത്രം നോക്കിയിട്ട് നല്ലത് ആണെങ്കിൽ ചെയ്യും. ഇടയ്ക്ക് 2-3 പേരൊക്കെ വിളിച്ചായിരുന്നു, സ്റ്റോറിയൊക്കെ പറയാൻ വരാമെന്ന് പറഞ്ഞു. അത് നല്ല കഥാപാത്രമാണോ എന്താണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ ഓൾറെഡി എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല. എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. പക്ഷേ ഇപ്പോഴും അമ്മ പറയുന്നുണ്ട്, കാരണം ഒരു കലാകാരൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഇതോടുകൂടി അങ്ങ് അന്യം നിന്ന് പോകാൻ പാടില്ല. അതെ ചേട്ടാ, നമ്മൾ ഫാമിലിയെ പറ്റി ഒന്നും സംസാരിച്ചില്ല. വൈഫ് എന്ത് ചെയ്യുന്നു, എന്താ പേര്? വൈഫിൻ്റെ പേര് പിങ്കി എന്നാണ്, ഹൗസ് വൈഫാണ്. പിന്നെ 2
മക്കൾ. മൂത്തതാണ്, അവൻ്റെ പേര് ജഗൻ എന്നാണ്. അവൻ ഭാരതി വിദ്യാഭവൻ സ്കൂളിൽ പഠിക്കുന്നു. രണ്ടാമത്തത് മോള് UKG ടൈം കിഡ്സിൽ പഠിക്കുന്നു. 3 പേരും സ്ഥലത്തില്ല, നാട്ടിൽ പോയിരിക്കുക. ഇവർക്ക് കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇപ്പോൾ? മോൻ സ്പോർട്സ് താരമാണ്, സ്കൂൾ ടീമിലൊക്കെ ഉണ്ട്. എന്താ മെയിൻ ഐറ്റം എന്താണ്? ഫുട്ബോൾ. അവൻ പ്ലെയറാണ്. മോള് ഈ പറയുന്ന പോലെ എന്താ പറയുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കുറേശ്ശെയൊക്കെ. നമ്മൾ പ്രൊഡക്ഷൻ കമ്പനിയെ പറ്റി സംസാരിച്ചു. അപ്പം അതിന്റെ പുതിയ അപ്ഡേഷൻസ് എങ്ങനെയാണ്? അതിന്റെ ഉദ്ഘാടനം ഒക്കെ ഒരുപാട് താരനിരങ്ങൾ അണിനിരന്നിട്ടുള്ളതായിരുന്നു. അപ്പം പുതിയ അപ്ഡേഷൻസ് എന്താ? പുതിയ പ്രൊജക്റ്റ് എന്താണ്? ഞാനത് തുടങ്ങിയത് ആക്ച്വലി പപ്പയെ തിരിച്ച് ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ്. കാരണം വേറെ പ്രോജക്റ്റുകളൊക്കെ പലരും വിളിക്കുന്നുണ്ടെങ്കിലും എന്താണ് വഴിയെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ആക്ച്വലി ഇങ്ങനെ ഒരെണ്ണം ചെയ്താലോ എന്ന് തോന്നിയിട്ട്. കാരണം ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞല്ലോ. ഇനി ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ പപ്പയ്ക്ക് എന്തെങ്കിലും എങ്ങനെയായിരിക്കും പപ്പ അഭിനയിക്കുന്നതെന്നൊക്കെ കാണാൻ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവസാനം ഈ കമ്പനി തുടങ്ങുന്നത്. അപ്പം കമ്പനി തുടങ്ങിയത് കൊണ്ട് തന്നെ ആഡ് ഫിലിംസ് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഉടനെ തന്നെ നമുക്കൊരു സിനിമ എന്ന് കയറി ആലോചിക്കാൻ പറ്റില്ലല്ലോ. കാരണം പപ്പയുടെ സ്ഥിതി എങ്ങനെയാണെന്നുള്ള അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ടാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സിൽവർ സ്റ്റോമിൻ്റെ ഒരു ആഡ് കിട്ടുന്നത്. അതിലാണ് പപ്പയെ അഭിനയിച്ചുകൊണ്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗോകുലം ഗോപാലിൻ്റെ ഉപസാറിൻ്റെ പരസ്യചിത്രത്തിൽ അതും ചെയ്തു. പിന്നെ നിർഭയ എന്ന് പറയുന്ന ഡൽഹിയിലെ റേപ്പ് കേസിൽ മരിച്ച കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയിട്ട് ഒരു ഹിന്ദി മ്യൂസിക് വീഡിയോ ആൽബം യൂട്യൂബിലുണ്ട് ഇപ്പോഴും. അത്യാവശ്യം നമ്മുടെ സ്റ്റീഫൻ ദേവസ്യൻ മ്യൂസിക് ചെയ്തത്, പാടിയത് ശ്വേതമോനാണ് പാടിയത്. അത്യാവശ്യം റീച്ച് കിട്ടി. നല്ല സോങ്ങുമാണ്, ഹിന്ദിയാണ്. പിന്നെ അത് കഴിഞ്ഞ് സിനിമ ചെയ്യണം എന്ന് കരുതി പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഓർക്കപ്പുറത്ത് കൊറോണയുടെ ഒരു സംഭവമൊക്കെ വന്നങ്ങ് പ്രശ്നത്തിലായി. അപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ഇപ്പം കഴിഞ്ഞ മാസം കൊണ്ട് റീസെൻ്റ്ലി അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രൊജക്റ്റിലേക്ക് അതായത് വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പടമല്ല. നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് സെക്ടർ, ഇപ്പോഴത്തെ ജനങ്ങൾക്ക് പിടിക്കുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അമേസിങ് പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള ഡിസ്കഷനിലാണ്. അപ്പോൾ കഥ കേട്ടു തുടങ്ങിയോ? ഒരു 3-4 കഥ കേട്ടു. പക്ഷേ അത് നോക്കി അറ്റ്മോസ്റ്റായിട്ട് നോക്കി ഏറ്റവും സെലക്റ്റീവായിട്ട് നോക്കിയേ ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയതി ശ്രീകുമാർ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ എൻ്റെ കമ്പനിയുടെ പ്രധാന ഉദ്ദേശം ഇനി വരാൻ പോകുന്ന, അതായത് പുതിയ ആർട്ടിസ്റ്റുകളിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഇനി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ മെയിൻ താല്പര്യം. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേറെ കുറച്ച് പ്രൊഡ്യൂസേഴ്സൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇന്ത്യക്ക് പുറത്ത്. അവരും ആക്ച്വലി പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരും നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഈ പടം ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ഹെവി ബഡ്ജറ്റ് ഇല്ലാണ്ട് ഇപ്പോൾ നോർമൽ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യണം. അത് മിക്കവാറും ഒരു 2 ഇയേഴ്സിനകത്ത് മിക്കവാറും സംഭവിക്കും. അതിന് മുന്നേ സംഭവിക്കും. ഞാനൊരു എക്സ്ട്രാ ഒരു ഇത് പെട്ട ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരാൾക്ക് അവസരം കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് ആർക്കായിരിക്കും? ഇപ്പൊ നടന്മാരാണ് ടോവിനോ, ആസിഫ് അലി, ജയസൂര്യയുടെ കാര്യം തന്നെ എടുക്കട്ടെ. ഇപ്പം ജയസൂര്യ വന്നത് തന്നെ പപ്പയുടെ ജഗതി വേഴ്സസ് ജഗതി അവതരിപ്പിച്ചിട്ടാണ്. ആദ്യത്തെ അവസരം സിനിമയിലേക്ക് അവസരം മേടിച്ചു കൊടുക്കുന്നതും പപ്പയാണ്, ജയസൂര്യ കാര്യം. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ടൊവിനോ ഇവരൊക്കെ എന്താ പറയുക, സ്ട്രഗിൾ ചെയ്ത് വന്ന താരങ്ങളല്ല. അവരൊന്നും പുതിയ താരങ്ങളല്ലല്ലോ. ഇപ്പം തുടക്കത്തിൽ എന്തായാലും തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇവരാരും എല്ലാം പുതുമുഖം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബഡ്ജറ്റ് കൺസേൺ ആയിട്ടുള്ള ഒരു പടമായിരിക്കും ആദ്യം.
അപ്പോൾ അതുകൊണ്ട് പപ്പയുടെ വലിയ ആഗ്രഹമായിരുന്നു. പപ്പ ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ ഇതുപോലെ പപ്പ പ്രസംഗിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ തന്നെ അതായത് ഇനിയും അവസരങ്ങൾ കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, അവരെയൊക്കെ വെച്ച് നിങ്ങൾക്കൊരു റിയാലിറ്റി ഷോ ചെയ്തുകൂടെ എന്ന് പപ്പ പണ്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പാർവതി ചേച്ചി ഓൾറെഡി പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള കാര്യം പുള്ളിക്കാരി ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ വേണ്ടാന്ന് വെച്ചത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സിനിമയിലേക്ക് കയറുന്നത് പപ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഒന്നാമത് കാര്യം ഒന്നാമത് സിനിമാ ലോകത്തിലെ കാര്യങ്ങളൊക്കെ പപ്പയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന. പപ്പയ്ക്ക് ആക്ച്വലി അതിനോട് താല്പര്യം ഇല്ലായിരുന്നു ആക്ച്വലി. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും വലിയൊരു കലാകാരനാണ് അങ്ങനെ പറയുന്നത്. ഇപ്പാണ് പുറത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സിനിമയെ ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ വരും. അല്ല, പറഞ്ഞു എന്നല്ല, എന്താ പറയുക, ഈ സിനിമയിലെ എല്ലാ കാര്യങ്ങളും പപ്പയ്ക്ക് അറിയാവുന്നതുകൊണ്ട് പെൺകുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം റിസ്ക് ആണെന്നുള്ളത് പപ്പയ്ക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും പപ്പ സമ്മതിക്കാം. ബേസിക്കലി പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവൾക്കും ഇഷ്ടമില്ല. അവൾക്കും അങ്ങനെ. ജഗതി ചേട്ടൻ ഇനി സിനിമയിലേക്ക് വരുമോ എന്നുള്ളതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൂഡും ആരോഗ്യസ്ഥിതിയൊക്കെ അറിഞ്ഞ് ഒരു സിനിമ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റാണെന്ന്. മരുന്നിനേക്കാൾ ഉപരി പപ്പ സിനിമയായിരുന്നു പപ്പയുടെ ലോകം. അപ്പം ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്. സംസാരശേഷി തിരിച്ചു കിട്ടാനാണെങ്കിലും, കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഉള്ളിൽ സിനിമ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പോലും വിളിക്കുന്നവരടുത്ത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ കഥാപാത്രം സെറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പടങ്ങളാണെങ്കിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ചാൽ അത് കൊടുക്കാൻ പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. പക്ഷേ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഇപ്പോഴും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും പപ്പ ചെയ്യുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. ആ സി ബി ഐയിലൊക്കെ ആക്ച്വലി സിറ്റുവേഷൻ മാത്രം പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ നടന്നത് വേറെ. എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ സെറ്റിലുള്ളവർ പോലും ഇതിന്ന് കൈയടിച്ചു പോയി. എല്ലാവർക്കും ഭയങ്കര കരച്ചിലുമായിപ്പോയി. ഞാൻ മമ്മൂട്ടിയങ്ങൾ പോലും എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഇത്രയും ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. വീൽ ചെയറിൽ ഇരുന്നിട്ട് അവിടെ പോയിട്ട് ഒരു സീനുണ്ട്, ആളെ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ശരിക്കും ജഗതി ചേട്ടൻ ഒറിജിനലി റിയാക്ട് ചെയ്താണ്. മമ്മൂക്കയുടെ കണ്ണ് ഒറിജിനലി നനഞ്ഞാന്ന് പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഞാനിത് കണ്ടതാണ്. ആ മറ്റേ ചെയിനിലൊക്കെ കയറി പിടിക്കുന്നത്. ഇതൊന്നും ആക്ച്വലി ഡയറക്ടർ പറഞ്ഞിട്ടില്ല. പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് പപ്പ അത് ചെയ്താണ്. ഇപ്പം മിണ്ടാൻ പറ്റുന്നില്ല എന്നുള്ള കുഴപ്പമുള്ളൂ. ഇപ്പോഴും എന്ത് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താലും ക്യാമറ ഫ്രണ്ടിലുണ്ടെങ്കിൽ മൂഡ് കറക്റ്റാണെങ്കിൽ കൃത്യമായിട്ട് അത് കിട്ടും. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് സമയം ഇരുത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ബാക്കി വെച്ചിട്ട് ഇവിടെ നിർത്താണ്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണട്ടെ എന്നൊരു ആഗ്രഹത്തോടെ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ.